ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് RDS ഇൻസ്റ്റൻസ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ RDSൻ്റെ സെക്ഷനിൽ ഒരു ഇൻസ്റ്റൻസ് റണ്ണിങ് ആണ്. RDS ഇൻസ്റ്റൻസ് റണ്ണിങ് ആണ്. AWS സ്റ്റാറ്റസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും സ്നാപ്ഷോട്ട് എടുത്ത് വെച്ചിട്ട് വേണം റിമൂവ് ചെയ്യാനായിട്ട്. എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ സ്നാപ്ഷോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മാനുവലി നമുക്ക് ടേക്ക് സ്നാപ്ഷോട്ട് കൊടുത്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് നെയിമും വേണമെന്നുള്ളത് കൊടുത്തിട്ട് ചെയ്യുക. ഞാനിപ്പോൾ ചെയ്യുന്നില്ല. അതുപോലെ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ദിവസവും സ്നാപ്ഷോട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ RDS ഇൻസ്റ്റൻസ് കോൺഫിഗർ ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏത് ടൈമിൽ വേണം എന്നുള്ള ബാക്കപ്പൊക്കെ എടുക്കാനുള്ള റിട്ടൻഷൻ പീരീഡും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടായിരിക്കും സിസ്റ്റം എടുക്കുന്നത്. ഷെയർഡ് വിത്ത് മീ എന്നൊക്കെ ഉള്ളത് നമുക്ക് ആരും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്നാപ്ഷോട്ട് എടുക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും സ്നാപ്ഷോട്ട് എടുത്ത് വെച്ചിട്ട് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നാണ്. പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യണതിന് മുന്നേ ഇപ്പോൾ ചില സെർവറിൽ ഡിലീറ്റ് ഓൺ പ്രൊട്ടക്ഷൻ എനേബിൾഡ് ആയിരിക്കും. കോൺഫിഗറേഷനിൽ പോയി കഴിഞ്ഞാൽ ഡിലീറ്റ് പ്രൊട്ടക്ഷൻ എന്നുള്ളത് ഇപ്പോൾ ഡിസേബിൾ ആണ്. അത് എനേബിൾഡ് ആണെങ്കിൽ മോഡിഫൈയിൽ പോവുക, എന്നിട്ട് ആ സെക്ഷൻ അൺടിക്ക് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ മോഡിഫൈ എടുത്തതിന് ശേഷം കാണിച്ചു തരാം എവിടെയാണ് ആ സെക്ഷൻ ഉള്ളത് എന്നുള്ളത്. ഇങ്ങനെ ആയിരിക്കില്ല വരുന്നത്, ആ ഓപ്ഷൻ മാത്രമായിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡിലീറ്റ് ഓൺ പ്രൊഡക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ വരുന്ന ഓപ്ഷനാണ്. ആ ടിക്ക് എടുത്ത് മാറ്റിയിട്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്തിട്ട് ആക്ഷനിൽ പോയിട്ട് ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് വരും. ഈ ടൈമിൽ നമുക്ക് ക്രിയേറ്റ് ഫൈനൽ സ്നാപ്ഷോട്ട് വേണമെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു നെയിം വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാവുന്നതാണ്. വേണ്ടെങ്കിൽ അൺടിക്ക് ചെയ്യുക. അതുപോലെ റിട്ടേൺ ഓട്ടോമാറ്റിക് ബാക്കപ്പ് വേണമെന്നുള്ളതാണ്. അത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ചെയ്യുക. ലാസ്റ്റ് ആ അക്നോളജ് ദ ഓപ്ഷനിൽ ടിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് മീ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതിൻ്റെ അവിടെ നമുക്ക് സ്റ്റാറ്റസിൽ നോക്കി കഴിഞ്ഞാൽ അവൈലബിൾ മാറി ഡിലീറ്റിംഗ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. റിഫ്രഷ് ചെയ്ത് നോക്കുക. അത് കഴിയുമ്പോൾ ഡിലീറ്റഡ് എന്ന് പറഞ്ഞ് വരും. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് പൊക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് RDS റിമൂവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി നേരത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനെ സബ്സ്ക്രൈബ് ചെയ്യുക.